ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എന്നും പ്രവചനാതീതമായ നീക്കങ്ങൾ നടത്തുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും നയതന്ത്ര സമ്മർദ്ദങ്ങളെയും അവഗണിച്ചുകൊണ്ട് കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ രാജ്യം അതിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം അമേരിക്കൻ വൻകരയെ നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്കായി അത്യാധുനികമായ ഒരു ഖര ഇന്ധന എഞ്ചിൻ ഉത്തര കൊറിയ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. ഉത്തര കൊറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA ആണ് കിം ജോങ് ഉന്നിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന ഈ പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. വെറും ഒരു മിസൈൽ പരീക്ഷണം എന്നതിലുപരി ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയുടെ പ്രതിരോധ കവചങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നിർണായക നീക്കമായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ഉത്തര കൊറിയയുടെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ പരീക്ഷണം അടയാളപ്പെടുത്തുന്നത്. മിസൈലുകളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകളുടെ കരുത്തളക്കുന്നത് കിലോ ന്യൂട്ടൺ എന്ന ഏകകത്തിലാണ്. മുൻപ് സെപ്റ്റംബറിൽ നടത്തിയ പരീക്ഷണത്തിൽ എഞ്ചിന്റെ കരുത്ത് 1970 കിലോ ന്യൂട്ടൺ ആയിരുന്നെങ്കിൽ പുതിയ എഞ്ചിൻ 2500 കിലോ ന്യൂട്ടൺ കരുത്തുള്ളതാണെന്ന് ഉത്തര കൊറിയ അവകാശപ്പെടുന്നു. എഞ്ചിൻ നിർമ്മാണത്തിനായി കോമ്പോസിസ് കാർബൺ ഫൈബർ മെറ്റീരിയലുകൾ ഉപയോഗിച്ചു എന്നത് ഇതിന്റെ സാങ്കേതിക മേന്മ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്രയധികം കരുത്തുള്ള ഒരു എഞ്ചിൻ മിസൈലുകളെ കൂടുതൽ വേഗത്തിലും ദൂരത്തിലും സഞ്ചരിക്കാൻ സഹായിക്കും. അമേരിക്കൻ വൻകരയുടെ ഏത് ഭാഗത്തും തങ്ങളുടെ ആണവായുധങ്ങൾ എത്തിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ലോകത്തിനു മുന്നിൽ വിളിച്ചു പറയുകയാണ് ഈ പരീക്ഷണത്തിലൂടെ ഉത്തര കൊറിയ ലക്ഷ്യമിടുന്നത്. കിം ജോങ് ഉന്നിന്റെ 5 വർഷത്തെ സൈനിക നവീകരണ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഉത്തര കൊറിയ ഖര ഇന്ധന സാങ്കേതിക വിദ്യയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന ദ്രവ ഇന്ധന മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപായി ഇന്ധനം നിറയ്ക്കേണ്ടതുണ്ട്. ഇത് വളരെയധികം സമയമെടുക്കുന്നതും സങ്കീർണവുമായ പ്രക്രിയയാണ്. ദ്രവ ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് ശത്രു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾക്കും നിരീക്ഷണ സംവിധാനങ്ങൾക്കും മിസൈൽ വിക്ഷേപണം മുൻകൂട്ടി കണ്ടെത്താനും അവയെ തകർക്കാനും എളുപ്പമാണ്. എന്നാൽ ഖര ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലുകൾ പണ്ടേ തയ്യാറാക്കി വെക്കാവുന്നവയാണ്. ഇവ പെട്ടെന്ന് വിക്ഷേപിക്കാൻ സാധിക്കുമെന്നത് മാത്രമല്ല, ഒളിപ്പിച്ചു വെക്കാനും മൊബൈൽ ലോഞ്ചറുകൾ വഴി എവിടേക്കും കൊണ്ടുപോകാനും എളുപ്പമാണ്. മിസൈൽ വിക്ഷേപിക്കപ്പെടുന്നു എന്ന് ശത്രു രാജ്യങ്ങൾ തിരിച്ചറിയുന്നതിന് മുൻപേ ലക്ഷ്യസ്ഥാനത്തേക്ക് അവ കുതിച്ചിരിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സാധ്യത. ഇത് അമേരിക്കയുടെയും സഖ്യകക്ഷികളായ ദക്ഷിണ കൊറിയയുടെയും ജപ്പാന്റെയും പ്രതിരോധ സംവിധാനങ്ങളെ വലിയ തോതിൽ ആശങ്കയിലാക്കുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ഈ പെട്ടെന്നുള്ള സാങ്കേതിക വികാസത്തിന് പിന്നിൽ റഷ്യയുടെ കൈകളുണ്ടോ എന്ന സംശയം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഉത്തര കൊറിയ തങ്ങളുടെ സൈനികരെയും വൻതോതിൽ ആയുധങ്ങളും അയച്ചു കൊടുത്തിരുന്നു. ഇതിനു പകരമായി റഷ്യയിൽ നിന്നുയർന്ന സാങ്കേതിക വിദ്യയിലുള്ള മിസൈൽ എഞ്ചിനുകളും ബഹിരാകാശ സാങ്കേതിക വിദ്യയും ഉത്തര കൊറിയയിലേക്ക് ഒഴുകുന്നുണ്ടെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കരുതുന്നത്. സെപ്റ്റംബറിലെ പരീക്ഷണത്തിന് ശേഷം ഇത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എഞ്ചിന്റെ കരുത്ത് ഇത്രയധികം വർദ്ധിപ്പിക്കാൻ സാധിച്ചത് റഷ്യൻ വിദഗ്ധരുടെ സഹായം മൂലമാകാമെന്ന് ദക്ഷിണ കൊറിയൻ ഗവേഷണ സ്ഥാപനങ്ങളിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ പുതിയ ധ്രുവീകരണം ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഉത്തര കൊറിയയുടെ അവകാശവാദങ്ങൾ പലപ്പോഴും പർവ്വതീകരിച്ചതാകാമെന്ന നിരീക്ഷണവും ഇതിനിടയിലുണ്ട്. മുൻപ് പലതവണ തങ്ങൾ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ അത്യാധുനികമാണെന്ന് ഉത്തര കൊറിയ അവകാശപ്പെട്ടിരുന്നെങ്കിലും അവയിൽ പലതും പരാജയപ്പെട്ടതായി ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. 2024 ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മൾട്ടി വാർഹെഡ് മിസൈലുകൾ പരീക്ഷിച്ചതായി ഉത്തര കൊറിയ അവകാശപ്പെട്ടെങ്കിലും അത് പരാജയപ്പെട്ട ഒരു പരീക്ഷണത്തെ മറച്ചുപിടിക്കാനുള്ള ശ്രമമായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു. പുതിയ എഞ്ചിൻ പരീക്ഷണത്തിന്റെ കാര്യത്തിലും എഞ്ചിൻ എത്ര സമയം കത്തുന്നു എന്നതുപോലുള്ള നിർണായക വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഉത്തര കൊറിയയുടെ സൈനിക ശേഷിയെ കുറച്ചു കാണുന്നത് അപകടകരമാണെന്ന് ഭൂരിഭാഗം വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. കാരണം ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെ പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് അവർ ലക്ഷ്യത്തിലേക്ക് ഓരോ ഘട്ടമായി അടുക്കുകയാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയേക്കാമെന്ന രാഷ്ട്രീയ സാഹചര്യം ഉത്തര കൊറിയ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. 2019 ട്രംപുമായി നടത്തിയ ചർച്ചകൾ ഫലപ്രദമാകാതെ പോയതിനു ശേഷം ഉത്തര കൊറിയ തങ്ങളുടെ ആയുധശേഖരം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ആണവ നിരായുധീകരണം ചർച്ചകൾക്ക് മുൻവ്യവസ്ഥയായി വെക്കരുതെന്ന കർശന നിലപാടാണ് ഇപ്പോൾ കിം ജോങ് ഉൻ സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളെ ഒരു ആണവായുധ രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ചർച്ചകൾ പാടുള്ളൂ എന്ന് അദ്ദേഹം ശഠിക്കുന്നുണ്ട്. അമേരിക്കയിലെ ഭരണമാറ്റങ്ങൾ തങ്ങളുടെ നയങ്ങളെ ബാധിക്കില്ലെന്നും സ്വയം പ്രതിരോധത്തിനായി ആയുധങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുമെന്നുമാണ് പ്യോങ്യാങ്ങിന്റെ നിലപാട്.
തങ്ങളുടെ കൈവശം അമേരിക്കൻ നഗരങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഭാവിയിൽ ചർച്ചകളിൽ വലിയ വിലപേശൽ നടത്താനാണ് ഉത്തര കൊറിയ ശ്രമിക്കുന്നത്. ശക്തമായ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് മാത്രമല്ല, ഒരു ഭൂഖണ്ഡാന്തര മിസൈലിന്റെ വിജയം നിശ്ചയിക്കുക. വിക്ഷേപിച്ച മിസൈൽ അന്തരീക്ഷത്തിന് പുറത്തുപോയി തിരികെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന കഠിനമായ താപത്തെയും സമ്മർദ്ദത്തെയും പ്രതിരോധിക്കാൻ വാർഹെഡുകൾക്ക് സാധിക്കണം. ഈ സാങ്കേതിക വിദ്യ ഉത്തര കൊറിയ പൂർണ്ണമായും കൈവരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ചെറിയ മിസൈലുകളിലേക്കും ഒരേ സമയം ഒന്നിലധികം ആണവായുധങ്ങൾ വഹിക്കാവുന്ന മിസൈലുകളിലേക്കും ഈ ഖര ഇന്ധന എഞ്ചിനുകൾ വഴിമാറുന്നത് അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് പോലുള്ളവയെ നിഷ്പ്രഭമാക്കാൻ സാധ്യതയുമുണ്ട്. ചുരുക്കത്തിൽ ഉത്തര കൊറിയ നടത്തുന്ന ഓരോ എഞ്ചിൻ പരീക്ഷണവും കേവലം സാങ്കേതിക പരീക്ഷണമല്ല, മറിച്ച് തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. ലോകം ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏഷ്യൻ മേഖലയിലെ സമാധാനവും സുരക്ഷയും വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. സൈനിക ശക്തിയും നയതന്ത്രവും തമ്മിലുള്ള ഈ വടംവലിയിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് സമാധാനപരമായ അന്താരാഷ്ട്ര ക്രമം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ്. ഉത്തര കൊറിയയുടെ ഈ സൈനിക കുതിപ്പ് നിയന്ത്രിക്കാൻ സാധിക്കാത്ത പക്ഷം ആയുധ മത്സരത്തിന്റെ ഒരു പുതിയ അധ്യായമാകും കൊറിയൻ ഉപദ്വീപിൽ രചിക്കപ്പെടുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.